friends, welcome back to AJ Vlogs and Cookeries. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ തന്നെ ഞാനൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട്, വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാവുന്ന. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയ നമ്മുടെ ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ ഇറങ്ങിയ ആ ഒരു ജ്യൂസും ഒരു ലേശം മാത്രമേ ഞാൻ ആ ജ്യൂസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ള് ബട്ടറും അങ്ങനെയൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ട് ഹെവി ആയിപ്പോൾ. ഓൾറെഡി ചിക്കൻ റോസ്റ്റഡ് ചിക്കനുമാണ്, മയോണൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൊത്തമായിട്ട് എടുത്താൽ ഭയങ്കര ഹെവി ആയിപ്പോൾ, ദഹിക്കാനൊക്കെ ഭയങ്കര പാടായിട്ട് വരും. അപ്പോൾ ലേശം ആ ഒരു ജ്യൂസും പിന്നെ അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തേക്കുന്ന ഓണിയനും ഗാർലിക്കും പിന്നെ ലെമണും ഒക്കെ ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുപോലെ നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല, ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സോസാണ്. അപ്പോൾ എന്താ പിന്നെ ഞാൻ സ്പെഷ്യൽ മയോണൈസും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് കാണാം. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മയോണൈസാണ് ഞാൻ, നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കയറി കാണണം, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ സോസ് ഉണ്ടാക്കുന്നത്? ഇത് റോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ, ഈ റോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ ഈ ഒരു സോസും ഈ സ്പെഷ്യൽ മയോണൈസും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. ഇളകി പോരോന്നൊരു പേടിയോ. ഓക്കെ, അപ്പോൾ ഞാൻ കിട്ടിയേക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഇത് കിട്ടിയേക്കുന്ന സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അറിയാമല്ലോ, ഞാൻ അതിൻ്റെ അകത്ത് ഓണിയന്, ഗാർലിക്ക്, നാരങ്ങ അത് 3 ആ സ്റ്റഫ് ചെയ്ത് 3 എടുത്ത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചു. എന്നിട്ട് ഇത് കിടന്നിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര, ഇപ്പോൾ കയ്യിലങ്ങ് എത്തുന്നേ ഉള്ളൂ, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്തോ സോസ് വരണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ, ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് കിടക്കട്ടെ. കിടന്നതിന് ശേഷം അതിനുശേഷം നമ്മൾ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നമ്മൾ ഏകദേശം 3 ടേബിൾ സ്പൂണിലേറെ പാലും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കണം. നിങ്ങൾക്കിപ്പോൾ പാലൊഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ക്രീമില്ലേ, നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിക്കാം. തേങ്ങാപ്പാൽ ചേർക്കരുത്. എന്നിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. ഇനി തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്ന നേരം ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്, നമ്മുടെ ആ ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ കോൺഫ്ലവർ എടുത്ത് വെച്ചേക്കുന്ന കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിൻ്റെ അകത്ത് കലക്കിയിട്ടതും കൂടും ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാഞ്ഞ്. ഓൾറെഡി ഇതിൻ്റെ അത് ഉപ്പുണ്ട്. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഇതൊരു തിക്കായിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതാണ് നമുക്ക് ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ കണ്ടോ, നല്ല തിക്കാണ്. ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ, നമുക്ക് ഡിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സോസാണിത്. അപ്പോൾ ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല, എല്ലൊഴി അല്ലേ. അപ്പം ഞാനിനി അടുത്ത് നമ്മുടെ സ്പെഷ്യൽ മയോണൈസ് ഉണ്ടാക്കാൻ പോകും. അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അത് ഏറ്റവും ലാസ്റ്റിൽ മാത്രമേ ചേർക്കത്തുള്ളൂ. നമ്മൾ ചിക്കൻ ഒന്നും കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോസിൻ്റെ കാര്യം.
ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒത്തിരി അങ്ങ് നമ്മൾ ആ ഒരു നെയ്യും എല്ലാം കൂടി ചേർന്ന് ആ ഒരു ഇതല്ലേ ഇറങ്ങി വരുന്നത്. ഒത്തിരി ഞാനൊരു ലേശം മാത്രമേ, നിങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടല്ലോ, ഒരു ലേശം മാത്രമേ എടുത്തുള്ളൂ. കൂടെ നമ്മൾ പാല് അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്ത് അതൊന്ന് ഇച്ചിരി കൂടുതലായിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ഇച്ചിരി കൂട്ടത്തേ ഉള്ളൂ. പിന്നെ കുറുകാൻ വേണ്ടിയിട്ട് ലേശം ഒന്ന് കുറുകത്തേ ഉള്ളൂ. അങ്ങ് തിക്കായിട്ടിരിക്കും, നമ്മുടെ മയണൈസ് പോലെ തിക്കായിട്ടിരിക്കത്തില്ല. ലേശം ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ലേശം കോൺഫ്ലവറും കൂടെ, ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് ചേർത്തു. നമ്മളൊന്നും തന്നെ വേസ്റ്റ് ആക്കുന്നില്ല. ഉള്ളി വെച്ചേക്കുന്ന സ്റ്റഫിങ് നന്നായിട്ട് ക്രഷ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അതും കൂടി ചേർത്ത്, ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല എളുപ്പത്തിലൊരു സോസും കിട്ടും. ഇനി നമ്മുടെ സ്പെഷ്യൽ മയണൈസ് ഉണ്ടാക്കി ഞാൻ മൊത്തം ഒന്ന് ഇതാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സ്പെഷ്യൽ മയണൈസിൻ്റെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ഇനിയും കൊടുക്കാം, ഞാൻ എങ്ങനെയാണ് സ്പെഷ്യൽ മയണൈസ് ചെയ്യുന്നതെന്ന്. പിന്നെ ഞാൻ ലിങ്കിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ തന്നെ നോക്കണം എങ്ങനെയാണ് ഞാൻ സ്പെഷ്യൽ മയണൈസ് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ സ്പെഷ്യൽ മയണൈസ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് രണ്ടും അടിപൊളിയാണ്. റോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ കോമ്പിനേഷൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, പുതിയതായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ടേക്ക് കെയർ.